ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം. ഈ മുട്ടക്കറി അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ആദ്യം തന്നെ പാനിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർക്കാം. കൂടെ തന്നെ 3 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കേണ്ടതില്ല, ഈ ഒരു പരുവം വരെ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരും വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ചെറുതായി അരിഞ്ഞത് കൊണ്ട് തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് വരും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും മസാലയുമായി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ കുറച്ച് കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തത് കൊണ്ട് കുറച്ച് സമയം കുക്ക് ചെയ്യുമ്പോഴേക്കും വേവായി കിട്ടും. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചാറൊക്കെ വറ്റി ഉരുളക്കിഴങ്ങ് വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ നാളികേരപ്പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അതേപോലെ എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 3 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ 2ആയിട്ട് മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കുറച്ച് സമയം മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.